Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Prayer start ചെയ്തോളൂ കേട്ടോ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമീകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. Good afternoon, Ashwini ma'am and dear friends. MT11 ലാസ്റ്റ് ക്ലാസ്സുകളിലേക്ക് പോകാനല്ലേ നമ്മൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെയധികം സങ്കടമുണ്ട്. വിഷമിക്കണ്ട, പറഞ്ഞോളൂ കേട്ടോ. ഞാനൊരു കവിത പാടാം. ഓക്കെ. വരളുന്ന തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ പാടാൻ പറ്റില്ല. ലാസ്റ്റ് പിന്നെ പറഞ്ഞാൽ മതി, ക്ലാസ് ചെയ്യുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ലാസ്റ്റ് പാടാം. ലാസ്റ്റ് പാടാം. കോട്സ് ഞാനാണ്. Take risk in your life. If you win, you can lead. If you lose, you can guide. വിവേകാനന്ദൻ. ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെയും പോർഷൻസ് കംപ്ലീറ്റ് ആയല്ലേ? ജിഷ മിസ്സിന്റെ ആയിട്ടില്ല മാം. ജിഷ മിസ്സിന്റെ ആയിട്ടില്ലേ? ജിഷ മിസ്സിന്റെ നാളെയാണോ നിങ്ങൾക്ക് ക്ലാസ് വരുന്നതിന്? അതെ മാം, 2 ചാപ്റ്റർ ഉണ്ട് എടുക്കാൻ. 2 ചാപ്റ്റർ ഉണ്ടോ? യെസ് മാം. ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കുമായിരിക്കും.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ വരെ അല്ലേ പറഞ്ഞത്? ഓക്കെ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി താഴെ നമ്മള് ഒരു എന്താ പറയാ ട്രയാങ്കിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ മാനേജ്മെന്റ്, സെക്കൻഡ് വൺ പാരന്റ്, തേർഡ് വൺ ചിൽഡ്രൻ. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ട്രയാങ്കിളില് 3 വശത്തായിട്ട് 3 ആളുകൾ ഇപ്പുണ്ട്. ഒന്ന് മാനേജ്മെന്റ് ആണ്, ഒന്ന് ചിൽഡ്രൻ ഉണ്ട്, ഒരു വശത്ത് ഒരു കോർണറിലായിട്ട് പാരന്റ് ഉണ്ട്, അതിന്റെ മിഡിലിൽ നിൽക്കുന്ന ആളാണ് ടീച്ചർ എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താ ഇവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? 3 ആ കോണിൽ നിൽക്കുന്നവര് ടീച്ചറുമായിട്ട് ബന്ധപ്പെടുന്നു, അല്ലെ? ഇപ്പൊ മിഡിലാണ് ടീച്ചർ നിൽക്കുന്നത്. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവില്ലേ? ആ, മാനേജ്മെന്റിന് ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, പാരന്റിന് ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ടീച്ചറിന് പാരന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നെക്സ്റ്റ് നോക്കൂ, ചിൽഡ്രൻ. ചിൽഡ്രന് ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ടീച്ചറിന് ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പൊ ഈ മാനേജ്മെന്റുമായിട്ടും പാരന്റുമായിട്ടും ചിൽഡ്രനുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏക വ്യക്തിയാണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് എല്ലാവരുമായിട്ട് എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിലെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ്. ഓക്കെ, അപ്പോ ടീച്ചറിന് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ പാരന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, തിരിച്ചും അങ്ങോട്ടും ഉണ്ട്. ഓക്കെ, ഇനി താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. The major thing is all persons of the 3 corners are contacting each other individually. Parents with the management or their children, direct contact is very easy. Likewise, the management also contacts the children directly. So the teacher should understand this, and always she should be leery in all her communication. അതായത് ഞാനിപ്പോ പറഞ്ഞത് ടീച്ചറിനും മറ്റുള്ള ആളുകൾക്കുമുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ 3 കോർണേഴ്സിലായിട്ട് മാനേജ്മെന്റിന് ചിൽഡ്രൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവാറുണ്ടോ? ഉണ്ട്? ഇല്ല, ഇല്ലെന്നാണോ പറയുന്നേ? മാനേജ്മെന്റിന് ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലേ? ഉണ്ട്, ഉണ്ട് കേട്ടോ. അവരുടെ എല്ലാ കാര്യങ്ങളും, തീരുമാനങ്ങളും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പോ ഒരു പ്രത്യക്ഷത്തിൽ നമ്മൾ എപ്പോഴും കാണില്ലെങ്കിൽ കൂടിയും അവരുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴും ഉണ്ടാകാറുണ്ട് ചിൽഡ്രൻസിന്റെ കാര്യത്തില്. അപ്പൊ മാനേജ്മെന്റും ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി നോക്കിയാൽ നിങ്ങള് മാനേജ്മെന്റും പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കിയേ, ചിൽഡ്രനും പാരന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? അപ്പോ ഇവര് തമ്മിൽ പരസ്പരം എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും വിചാരിക്കരുത് ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് താൻ മാത്രമല്ല ഇവരിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഇവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ചില കേസിൽ, അതായത് ചില ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? മാനേജ്മെന്റിനെ തരം താഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചിൽഡ്രൻസിനോട് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, ഇല്ല മാം. ഇല്ല, കേട്ടിട്ടില്ല. എന്നാൽ ചില അവസരങ്ങളിൽ, അതായത് സാധ്യതയുള്ള കാര്യമാണ്, മാനേജ്മെന്റിനെ എന്താ പറയാ, ഒരു മാനേജ്മെന്റിനോട് എന്തെങ്കിലും വിരോധമോ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാല് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ അവർക്ക് മോശം വരുന്ന രീതിയിലോ
അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളോട് സംസാരിക്കാറുണ്ട്. ഇങ്ങനെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അത് നേരെ ചെന്ന് ആരോട് പറയും? പറയും പിറ്റേ ദിവസം ജോലി നിർത്തും. ആരോട് പറയും? കുട്ടികൾ ആരോടെന്ന് പറയും? പേരൻസിനോട് പറയും. പാരന്റ്സിനോട് പറയും. പാരന്റ്സ് ഇത് കേട്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരിതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ആരെ വിളിക്കും? സ്കൂളിലേക്ക് മാനേജ്മെന്റിനെ വിളിക്കും. ഓക്കെ, മാനേജ്മെന്റ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതിരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. ടീച്ചറുടെ ജോലി പോകും അല്ലേ? അപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന സ്കൂള് ഏത് മാനേജ്മെന്റ് കീഴിലായിക്കോട്ടെ അവരെ കുറിച്ച് മോശം പറയാനായിട്ട്, അതായത് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മള് ഡയറക്ട്ലി അവരെ ഒരു തരം താഴ്ത്തുന്ന രീതിയിൽ പറയാനായിട്ട് പാടില്ല. അപ്പോ ടീച്ചർ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം. മാനേജ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ വളരെയധികം കോൺഷ്യസ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് പറഞ്ഞു വിടുന്ന ചില കാര്യങ്ങളുണ്ട് കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കുട്ടികളോട് ചിലപ്പോൾ സംസാരിച്ചിട്ട് വരില്ല. ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. ടീച്ചർ മുഖേനയാണ് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് കുട്ടികളെ അറിയിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഒരു കാര്യം ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ അത് കുട്ടികളോട് ചെന്ന് പറയണം. അതാണ് ടീച്ചർക്കുള്ള ഡ്യൂട്ടി. ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കുകയോ എന്തെങ്കിലും വെട്ടിച്ചിരിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുട്ടികളോട് പറയുവാണ്, മാനേജ്മെന്റ് ടീച്ചറെ ഏൽപ്പിക്കുവാണ്, നാളെ സ്കൂളില്ല, നാളെ അവധിയാണെന്ന് കുട്ടികളോട് പറയാനായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ഇത് നേരെ ചെന്ന് കുട്ടികളോട് പറയണം അല്ലെ? അപ്പൊ ടീച്ചർ പറയുവാണ്, നാളെ സ്കൂള് ഉച്ചവരെ അവധിയായിരിക്കുള്ളൂ. ഓക്കെ, ഉച്ചവരെ അവധിയായിരിക്കുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? അഡീഷണൽ ആയിട്ട് അവിടെ കൂട്ടിച്ചേർത്തു അല്ലെ? ടീച്ചർക്ക് ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു? ഫുൾ ക്ലാസ് ഇല്ല എന്ന് പറയുന്നതിന് പകരം ഉച്ചവരെ ക്ലാസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ ടീച്ചർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവിടെ കൂട്ടിച്ചേർത്തത്. മാനേജ്മെന്റ് പറഞ്ഞിട്ടല്ല അത് ചെയ്തത് അല്ലെ? അപ്പോ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും കളയുകയോ ചെയ്യാനായിട്ട് പാടില്ല. എന്താണോ മാനേജ്മെന്റ് പറയുന്നത് അത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കാരണവശാൽ, അതായത് നമ്മള് എന്താ പറയാ, തെറ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുള്ളായിട്ട് പറയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പാരന്റ്സിനെ കുട്ടികൾ അറിയിക്കും. എല്ലാവരും കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചു എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പാരന്റ്സ് ഇത് അറിയുകയും, പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്. ഉടനെ തന്നെ മാനേജ്മെന്റ് നമ്പർ എടുത്തിട്ട് അവിടെ ടോപ്പ് മാനേജ്മെന്റ് അതോറിറ്റി ആരാണോ അവരെ വിളിച്ച് ചോദിക്കും. അപ്പോ അത് ടീച്ചറുടെ ജോലി പോവാനും ടീച്ചർക്ക് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അവിടെ ഇടയാക്കും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും, ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ഡ്യൂട്ടി തന്നിരിക്കുന്നത് അത് മാത്രം ചെയ്യാനായിട്ട് നോക്കുക. അതിൽ കൂടുതൽ കാര്യങ്ങൾ വേണ്ട. ഓക്കെ, ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അതാണ് ഇതിലൂടെ പറയാനായിട്ട്. ടീച്ചേഴ്സ് തമ്മിൽ പറയാറുണ്ട് മാഡം, അതൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോണ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഞാൻ പോയ ഒരു അനുഭവം വെച്ച് പറയാണ്. ടീച്ചേഴ്സ് തമ്മിൽ ഇങ്ങനെ മാനേജ്മെന്റിനെ കുറ്റം പറയും. അപ്പൊ മാക്സിമം നമ്മൾ അതിന്ന് സ്കൂട്ടായി പോവായിരിക്കും നല്ലത്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ ഇടാതിരിക്കുകയാണ് നല്ലത്. കാരണം അവരെന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവര് തമ്മിൽ ഇങ്ങനെ മാനേജ്മെന്റിനെ കുറ്റം പറയും. വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ടീച്ചേഴ്സ് ആവും. അപ്പൊ നമ്മൾ പുതുതായിട്ട് നമ്മൾ അതിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കണം. അതെ അതെ, അതാ പറഞ്ഞത്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഓവറായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാനോ ഇൻവോൾവ് ചെയ്യാനോ പോകണ്ട കേട്ടോ. ടീച്ചേഴ്സ് തമ്മില്, അതായത് മാനേജ്മെന്റ് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, അവിടുത്തെ ആളുകള് അതോറിറ്റി ഒന്നും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോ നമ്മള് അവരില്ലെന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പൊ സംസാരിക്കുന്ന കൂട്ടത്തില് നമ്മളിങ്ങനെ ഇങ്ങനെ കാടി കയറി കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരെങ്കിലും വേറെ ഒരാൾ അത് കേൾക്കാൻ ഇടവരികയും അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാല് നമ്മളാണ് അവിടെ ഓവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പറയുന്ന സമയത്താണ് ആള് കേട്ടിട്ടുള്ളതെങ്കിൽ
നമ്മളുടെ പേരാണ് ഇവിടെ വരിക. തുടക്കമിട്ട ആള് പോലും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ പഠിപ്പിക്കാനാണ്, കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുന്നത്, അല്ലെ? നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ആ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓവറായിട്ട് മാനേജ്മെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്കിപ്പോ മാനേജ്മെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിയോജിപ്പിട്ടാകാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് കുറ്റം പറയുന്ന രീതിയിൽ അത് പറയരുത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ബാഡ് ഇമേജ് വരും. നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. നമുക്ക് അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, കാരണം അവരും മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്, നമ്മളും അത് തന്നെയാണ്. അപ്പൊ അവര് തമ്മിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളുടെ പ്രോബ്ലം ആരാണോ സൊല്യൂഷൻ തരുന്നത് അവരുടെ മുമ്പിലാണ് നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കേണ്ടത്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് മാനേജ്മെന്റിനോട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളിലൂടെ എങ്ങനെയാണ് സ്കൂളിലെ, അതായത് മാനേജ്മെന്റും പാരന്റും ചിൽഡ്രൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നാണ് ആ ട്രയാങ്കിളിലൂടെ നമ്മളോട് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി മാനേജ്മെന്റിനെ തന്നെ പല രീതിയിൽ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് നോക്കിയേ. മാനേജ്മെന്റ്. The relationship between the teacher and the management may be like a master and the servant, leader and the followers. എന്താ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നേ? ആർക്കെങ്കിലും പറയാവോ? നിങ്ങൾ ഏതിനോടാണ് കൂടുതൽ എഗ്രി ചെയ്യുന്നത്? ടീച്ചറും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ആൻഡ് സെർവന്റ് പോലെയാണോ, ലീഡർ ആൻഡ് ഫോളോവേഴ്സ് പോലെയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. ലീഡർ ആൻഡ് ഫോളോവേഴ്സ് എന്തായാലും മാസ്റ്റർ ആൻഡ് സെർവന്റ് അതിനോട് ചില യോജിപ്പില്ല. സമയത്തിലോട്ട് എന്നാലും ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ആവും മിസ്. അവര് അങ്ങനെയാവുന്നത് പറയുന്നത് എന്ത് നമുക്ക് കേൾക്കേണ്ട ഒരവസ്ഥ ചില സമയത്ത് വരും. നമ്മുടെ ജോബിനെ ബാധിക്കുന്നതിൽ നമ്മളത് ചെയ്യേണ്ടി വരുമായിരിക്കും. ചെയ്യേണ്ടി വരും അല്ലെ? ശരിയാണ്. ചില സമയത്ത് യജമാനനും അടിമയും എന്ന കണക്കെയാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? അവര് പറയുന്ന കാര്യങ്ങള് നമ്മൾ അനുസരിക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും? അപ്പോ നമ്മുടെ ജോലി, നമുക്ക് ജോലി വേണമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അതനുസരിക്കും അല്ലെ? ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാറുണ്ട്. ഇനി ചില സമയത്തൊക്കെ ആണെങ്കിൽ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് പോലെയാണ്. അതായത് നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നു. എന്താ പറയാ, ഒരു നേതാവ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ പോലെ തന്നെയാണ്, നമ്മളിൽ നിന്ന് കൊണ്ട് തന്നെയുള്ള ഒരാളെ പോലെ തന്നെയാണ് ഈ മാനേജ്മെന്റ് പെരുമാറുന്നത്. നമുക്ക് എന്താ പറയാ, നമ്മുടേതായിട്ടുള്ള, ഇപ്പൊ ടീച്ചിങ്ങിൽ നമ്മുടേതായിട്ടുള്ള രീതി പിന്തുടരാനുള്ള ഒരു റൈറ്റ് നമുക്ക് തരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് കുട്ടികൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പിന്തുടരാം. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ലീഡർ ആൻഡ് ഫോളോവേഴ്സ് എന്ന പോലെ ഉള്ളൊരു മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് മാസ്റ്റർ ആൻഡ് സെർവന്റ് ആ ഒരു രീതിയായിരുന്നു മുമ്പത്തെ കാലത്ത്. പണ്ടത്തെ സ്കൂളുകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? പണ്ട് മാസ്റ്റർ ആൻഡ് സെർവന്റ്. നിങ്ങൾ സ്ഫടികം സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഏത് രീതിയാണ്? നമ്മുടെ തിലകൻ അതിനകത്ത് ഹെഡ് മാസ്റ്ററിന്റെ റോളാണ് ചെയ്യുന്നത് അല്ലെ? പറയുന്ന കാര്യങ്ങൾ മാർക്ക് കുറയ്ക്കണമെന്ന് പറയില്ലേ മറ്റേ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മറ്റു ടീച്ചേഴ്സ് അനുസരിക്കണം. ആ ഒരു രീതിയായിരുന്നു അല്ലെ? അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് കുറേയധികം നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും തെറ്റുകളോ ക്രമക്കേടുകളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പണിഷ്മെന്റ് കിട്ടും അല്ലെ? അത് ഏത് ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേയധികം വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണ് കൂടുതലായിട്ടും. പക്ഷെ ഇടയ്ക്ക് ചില സമയത്ത് മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയാൻ, എപ്പോഴും അല്ല, ചില സമയത്ത് മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുന്ന രീതി ഫോളോ ചെയ്യും.
ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ദ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ്. പലതരത്തിലുള്ള മാനേജ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് കേട്ടോ. മൂന്നെണ്ണമേ ഉള്ളൂ ടൈപ്സ് ഓഫ് മാനേജ്മെന്റ്. അതെ. ഡിയില് ലാസ്റ്റ് ലൈൻ ഉണ്ടോ? ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പെർമിഷൻ വൈൽ വരെ ഉള്ളൂ. ലീവിങ് ഫ്രം സ്കൂൾ എന്നുണ്ട് കേട്ടോ. ലിവിങ് ഫ്രം സ്കൂള് എന്ന് കൂട്ടിച്ചേർത്തോളൂ കേട്ടോ. ഈ സോൾ ട്രേഡർഷിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ ആണ് കേട്ടോ. സിംഗിൾ പേഴ്സൺ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചു കഴിഞ്ഞോ? ആ ഓക്കെ. ഒരാളൊന്ന് വായിച്ചേ. സിംഗിൾ പേഴ്സൺ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. പേഴ്സൺ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, സബീന വായിച്ചോ. ഞാൻ പറയാം മാം. ആ ഞാൻ ഓക്കെ. സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അണ്ടറിലാ അതിന്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു വ്യക്തി സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ്. അയാൾ തന്നെയാണ് അതിന്റെ ഓണറും മാനേജറും എല്ലാം. അപ്പൊ ടീച്ചറിന് നമുക്ക് ഡയറക്റ്റ് പോയി ആ ഡയറക്ടറോട് പോയി സംസാരിക്കാം. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ സ്കൂളുണ്ട്. അവിടെ ഒരു ലേഡിയാണ് അതിന്റെ എല്ലാം ആ പുള്ളിക്കാരി തന്നെ ആ സ്ഥാപനം തുടങ്ങിയതും അതിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ എല്ലാം അവരാണ് അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അതല്ലേ സോൾ ട്രേഡ്. അതെ അതെ, ഒരു വ്യക്തിയാണ്, ഒരാളാണ്. അത് ചിലപ്പോ സ്ത്രീയാകാം പുരുഷനാകാം. ഓക്കെ.
അപ്പൊ ആ ഒരു വ്യക്തി തന്നെയാണ് ആ സ്കൂള് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിന്റെ ഓണർ ആയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി പല ആവശ്യങ്ങൾക്കുമായിട്ട് എന്താ പറയാ, ചിലപ്പോ സ്കൂളില് ഫുൾ ടൈം ഇല്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങൾ നോക്കുന്നു, എല്ലാവരുടെയും എന്താ പറയാ കുശലാന്വേഷണം നടത്തുന്നു, എല്ലാവർക്കും സുഖമാണോ അല്ലെങ്കിൽ എല്ലാവരും ഓക്കെ ആണോ, ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് കോണ്ടാക്ട് വെക്കാം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് സിംഗിൾ പേഴ്സൺ ഓണർ ആയിരിക്കുന്ന ഒരു സ്കൂളിന്റെ പ്രത്യേകത. ഓക്കെ, അവിടെ ഒരു വ്യക്തി മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഫുൾ കൺട്രോൾ അദ്ദേഹത്തിന്റെ അണ്ടറിലായിരിക്കും കേട്ടോ. അപ്പൊ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് ഒക്കെയാണ്. അസോസിയേഷൻസ്, ട്രസ്റ്റ് ഓർ സൊസൈറ്റി, അത് റീഡ് ചെയ്തോളൂ. സബീന തന്നെ റീഡ് ചെയ്തോളൂ. ഞാൻ പറയാം. ഞാൻ ടെക്സ്റ്റ് ഇല്ല എന്റെ കയ്യിൽ, ഞാൻ വേറെടുത്ത് നിൽക്കുക. അപ്പൊ ഞാൻ പറയാം. അതായത് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് കുറെ ആൾക്കാർ കൂടി ഉള്ള ഒരു സ്ഥാപനം മീൻസ് സ്കൂളാണെങ്കിൽ സ്കൂള്. അപ്പൊ അതിനകത്ത് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറെ ഈ ചേരുന്നവരെല്ലാം അതിന്റെ അതോറിറ്റീസ്. അതായത് ഇപ്പൊ 5 മെമ്പർ കൂടിയാ ഇത് സ്ഥാപനം തുടങ്ങിയെങ്കിൽ ആ 5 മെമ്പേഴ്സിനും ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും അവകാശങ്ങളുണ്ട്. അപ്പം നമുക്ക് വരുന്ന കുഴപ്പം, നമ്മളിപ്പോ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ നമുക്ക് വരുന്ന കുഴപ്പം ഈ 5 പേരുടെയും വാക്ക് കേൾക്കണം. ഒരാൾ പറയുന്നത് മാത്രമല്ല, നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും. പക്ഷെ മറ്റേ മുമ്പേ പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് ആണെങ്കിൽ അവരുടെ മാത്രം വാക്ക് കേട്ടാൽ മതി. ഇതാവുമ്പോ അങ്ങനെയല്ല വരുന്നത്. നമുക്ക് അതായത് ഈ 5 പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പൊ അവരുടെ എല്ലാ അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടി വരും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് അസോസിയേഷൻസ് ആണ്. അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റേഴ്സ്, അതായത് നമുക്കറിയാം കുറെ വ്യക്തികൾ കൂടി ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അതായത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതലായിട്ടുള്ള പേഴ്സൺസ് തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബേസിൽ നടത്തുന്ന സ്ഥാപനമാണ്. അത് സ്കൂളാകാം അല്ലെങ്കിൽ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ വ്യക്തികൾ എന്ന് പറഞ്ഞല്ലോ, വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോ റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഏതെങ്കിലും ക്ലബിലുള്ളതോ, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ കൂടി ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിനെയാണ് ഈ അസോസിയേഷൻ സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തേതില് ഡയറക്റ്റ് കോണ്ടാക്ട് കണ്ടു, പക്ഷെ ഇതിൽ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവാൻ സാധ്യത ഇല്ല. കാരണം നേരത്തെ സബീന പറഞ്ഞു, 5 പേരിപ്പോ ഒരു സ്കൂള് തുടങ്ങിയെന്ന് വിചാരിക്കാം. 5 പേരും 5 വ്യക്തികളാണ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം അവിടെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായി കഴിഞ്ഞാല് 5 പേർക്കും 5 അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഒരാളുടെ അഭിപ്രായം ആയിരിക്കില്ല. 5 പേരുടെ അഭിപ്രായം പലതും പലതായിട്ട് ഒരു സ്റ്റാഫിലേക്ക് എത്തുമോ? അവരൊന്നിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യില്ലേ? അതെ, ഡിസിഷൻ മേക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ 5 പേരുടേതും 5 അഭിപ്രായങ്ങളാണെന്ന് വിചാരിക്കാം. അപ്പോ ടീച്ചർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തന്നെ ഒരാളോട് ചോദിച്ചാൽ പോരാ. 5 പേരും അവർക്ക് ഫേവറബിൾ ആയിട്ട് നിന്നാൽ മാത്രമാണ് അവർക്ക് സൊല്യൂഷൻ കിട്ടുക. ശരിയാണോ? നമുക്ക് ചിലപ്പോൾ 5 പേരിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളോടായിരിക്കും നമ്മുടെ ആവശ്യം ഉന്നയിക്കുന്നത് അല്ലെ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മളെ അറിയാവുന്ന ആളോടായിരിക്കും നമ്മൾ തുറന്നു പറയുന്നത് 5 പേരിൽ ഒരാളില് അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം ബാക്കി 4 പേരോട് ചോദിക്കണം എനിക്ക്, എന്നാൽ മാത്രമേ എനിക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, മനസ്സിലായോ? ആദ്യത്തെ സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് പോലെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇവിടെ വരുന്നില്ല. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി നോക്കി അതിനുശേഷമാണ് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോ ഒരു ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു പ്രശ്നം അവരുടെ മുന്നിൽ ധരിപ്പിച്ചു കഴിഞ്ഞാല് 5 പേർക്കും ഓക്കെ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ 5 പേരും ഈ ടീച്ചറിന്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ടീച്ചർ ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ടീച്ചർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവിടെ എടുക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, ഇപ്പൊ ഒരു സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്കറിയാം പൊതുവായിട്ടുള്ള അഭിപ്രായമാണ്. അതായത് 5 പേർക്കും 5 പേരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. അത് കൂടാതെ സ്കൂളിന്റെ ബെനിഫിറ്റും കൂടി അവർ നോക്കാറുണ്ട് അല്ലെ. സ്കൂൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വളരണ്ടേ, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ല കാര്യങ്ങളും അവര് ഒരുമിച്ച് തീരുമാനമെടുക്കാം. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സ്കൂളുകൾ, അതായത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന സ്കൂളുകളെയാണ് നമ്മൾ അസോസിയേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഓർ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റിനെ പോലെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട്, നമ്മൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇല്ല. മറിച്ച് അവരുടെ, അതായത് ബാക്കിയുള്ള ആളുകളുടെ ഇഷ്ടക്കേടും ഇഷ്ടം കൊണ്ടൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ത് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആയോ? ഓക്കെ, മൂന്നാമത്തത് റിലീജിയസ് ഗ്രൂപ്പ് ആണ് കേട്ടോ. റിലീജിയസ് ഗ്രൂപ്പ് റീഡ് ചെയ്തോളൂ സബീന. റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാം ഒരു പ്രത്യേക റിലീജിയൻ ബേസ് ചെയ്ത് തുടങ്ങുന്ന സ്കൂളാണ് റിലീജിയസ് ഗ്രൂപ്പിലെ സ്കൂളുകൾ, അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ കൂടുതലായിട്ടും റിലീജിയസ് ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരാൾ ഇപ്പം ഒരു മിനിറ്റ് സബീന, ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഈ അസോസിയേഷൻ ഓർ ട്രസ്റ്റി എന്ന് പറഞ്ഞല്ലോ, അതില് ഈ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആരുമായിട്ടാണ് ഇവിടെ ടീച്ചർക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത്? ഒരു ഹെഡ് ഉണ്ടാവും, ഇവിടെ ഒരു സുപ്പീരിയർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഈ ഹെഡ് മാസ്റ്റർ വഴി അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ വഴി ആണ് എന്ത് ചെയ്യുന്നത്, ഈ 5 പേരുടെ തീരുമാനങ്ങൾ ടീച്ചറെ അറിയിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല, കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി തീരുമാനിച്ചിട്ടാണ് ഒരു തീരുമാനം എത്തുക, ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷനിൽ അവരെത്തുക. അപ്പോ അത് അറിയിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടായിരിക്കില്ല അറിയിക്കുന്നത്, ആ ഹെഡ് വഴി അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയർ വഴിയായിരിക്കും എന്നറിയിക്കുന്നത് ഈ മാനേജ്മെന്റിന്റെ തീരുമാനം ടീച്ചറെ അറിയിക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സബീന കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് അവിടെ കൂടുതലും റിലീജിയസ് ആക്ടിവിറ്റീസ് ആയിരിക്കും കാണപ്പെടുന്നത്. അതായത് അപ്പോൾ അവിടെ ഒരു കുട്ടി ജോയിൻ ചെയ്യാൻ വന്നാൽ, ഒരു പേരന്റ് ഒരു കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വന്നാൽ ആ ടീച്ചർ പ്രത്യേകം അവരോട് പറയണം, ഞങ്ങളിവിടെ ഇന്ന മതത്തിലുള്ള ഇതാണ് ഫോളോ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്കൊക്കെ അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം ഇവിടെ ജോയിൻ ചെയ്താൽ മതി എന്ന് പറയണം. പിന്നെ നമുക്ക് അതായത് ഇപ്പൊ ഒരു മുസ്ലിം സ്കൂൾ ആണെങ്കിൽ മുസ്ലിംസിൻ്റെതായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും അവരുടെ മതപരമായിട്ടുള്ള കുറെ ആചാരങ്ങളും കാണും. അതെല്ലാം ഇവിടെ വന്ന് ജോയിൻ ചെയ്ത, ഇപ്പം മുസ്ലിംസ് അല്ലാത്ത വേറെ ആര് വന്ന് ജോയിൻ ചെയ്താലും അതെല്ലാം ഫോളോ ചെയ്യണം, അത് മസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതില് ഈ ടീച്ചേഴ്സ് അല്ലേ, ടീച്ചേഴ്സ് ഇതെല്ലാം അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യണമെന്നല്ലേ? കുട്ടികളുടെ കാര്യമല്ലല്ലോ പറഞ്ഞത്. ഈ റിലീജിയസ് അല്ല, ടീച്ചറിന്റെ കാര്യമാണ് അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. അതായത് ചില സ്കൂളുകളിൽ നമുക്കറിയാം റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നിങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുള്ള സ്കൂളുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിനും ഹാർമണിക്കും പീസിനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ റിലീജിയനെ തരംതിരിച്ച് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന കാര്യം എന്താ? അവരെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ എല്ലാവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മോറൽ സയൻസ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്, എല്ലാരും പഠിച്ചിട്ടുണ്ട്.
എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിച്ചിട്ടുണ്ട്. 5ഉം 6ഉം 7ഉം ക്ലാസ്സുകളിലൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഈ മോറൽ സയൻസ് പഠിപ്പിക്കുന്നത് വഴി, കാരണം അവിടെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയാണോ ഏത് ദിവസം എനിക്കറിയില്ല, പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് കൂടാതെ മറ്റു കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള അതായത് സന്മാർഗിക പാഠം പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ. അതായത് കുറേയധികം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ ഉണ്ടാവും. ഈ ബുക്കിലൂടെ നമുക്ക് തരുന്ന എന്താണ്, നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ക്വാളിറ്റീസ് അല്ല അതിലൂടെ നമുക്ക് തരുന്നേ. ആണോ 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 അല്ലയോ? തീർച്ചയായിട്ടും അതെ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ റിലീജിയന്റെയും എയിം എന്ന് പറയുന്നത് ഹോൾ ആയിട്ടുള്ള ഹാർമണി, അതുപോലെ പീസ്, ഹാപ്പിനെസ് ഒക്കെയാണ്. അത് നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ ഫോളോ ചെയ്തു പോകുന്നത്. ഓക്കെ, അതായത് ഒരു നല്ല വ്യക്തിയായിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ, സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ ഒരു സോഷ്യൽ അനിമൽ ആയിട്ട് നമുക്ക് രൂപാന്തരം പ്രാപിക്കാം എന്നുള്ളതാണ് ആ സ്റ്റോറീസിലൂടെയൊക്കെ നമുക്ക് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ ടീച്ചേഴ്സിന് അറ്റ്ലീസ്റ്റ് അതായത് ആ സ്കൂളിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പോയി ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടി പോയി ജോയിൻ ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതും പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ട് അവിടെ നടക്കുന്ന എന്തൊക്കെയാണ്, ആ സ്കൂളിൽ നടക്കുന്ന അതിന്റെ എൻവയൺമെന്റ് എന്താണ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഒന്നും കൂടി ഞാൻ പറയുവാണ്, ഇത്തരത്തിലുള്ള റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഓരോ സ്കൂളുകളിലും നടപ്പിലാക്കുന്നത് ഹാർമണി വിത്ത് പീസിന് വേണ്ടിയിട്ടാണ്. എല്ലാ കുട്ടികളുടെയും മൈൻഡ് ഡെവലപ്മെന്റ്, അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? റിലീജിയസ് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണ്. റീഡ് ചെയ്തോളൂ, നിത്യ റീഡ് ചെയ്തോളൂ. Okay, ma'am. Communication with the management. The teacher should not contact the top management often, even with her prompt superior. Daily duty is to wish in the morning and get permission while leaving from the school. മാനേജ്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടീച്ചർ തന്റെ നേരെ മേലുള്ള ഒരു സുപ്പീരിയറോട്, അതായത് മേലധികാരിയോട് പോലും സംസാരിക്കരുത്. കാരണം ഹെഡ് മാസ്റ്റർ ആയിരിക്കുമല്ലോ ടീച്ചറിന്റെ നേരെ മേളില്, അതിന് മുകളിലായിരിക്കുമല്ലോ മാനേജ്മെന്റ്. അപ്പൊ അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. പിന്നെ രാവിലെ വിഷ് ചെയ്യണം, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അതിനുള്ള പെർമിഷൻ വാങ്ങണം, എന്നിവയാണ് ദിവസേനയുള്ള ഒരു ഡ്യൂട്ടി. നമുക്കറിയാലോ, നമ്മൾ സുപ്പീരിയറിനെ കാണുമ്പോഴോ മാനേജ്മെന്റിനെ കാണുമ്പോഴോ നമ്മൾ വിഷ് ചെയ്യും അല്ലെ. രാവിലെയാണ് കാണുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഇനി പോകാനായിട്ടുള്ള സമയമാണെങ്കിൽ പോകട്ടെ എന്ന് അനുവാദം ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ പാരന്റ്സ് ആണ്. മൃദുല, പാരന്റ്സ് ഒന്ന് റീഡ് ചെയ്യൂ. Parents. Modern educational management feels like parents are customers. So teachers should have to be calm and polite even if the parents shout or use debris words. The teacher should not lose temper. Teachers should avoid meeting the parents or discussing with the parents anywhere outside of the school. Even the school, she should not yield at any unto expectation of the parents. Many times parents are communicated by the management through the teachers only. While carrying the instruction of the management to the parents, teachers should not add her own private opinion. Only decision of the management should have to be dispatched to the parents, not all the discussion. എന്ന് വെച്ചാല് മോഡേൺ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റില് പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും പാരന്റ്സിനോട് കാമായിട്ടും പൊളൈറ്റ് ആയിട്ടും വേണം ബിഹേവ് ചെയ്യാൻ. ഒരിക്കലും പാരന്റ്സ് വന്ന് ഷൗട്ട് ചെയ്താലോ അല്ലെങ്കിൽ വല്ല അശീലങ്ങൾ പറഞ്ഞാലോ ഒന്നും
ടീച്ചേഴ്സ് റിയാക്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും കാമായിട്ട് തന്നെ അവരോട് സംസാരിക്കണം. ഒരിക്കലും അവരുടെ അതായത് ടെമ്പർ ലൂസ് ആകാൻ പാടില്ല. എപ്പോഴും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. പിന്നെ പാരന്റ്സ് ഡിസ്കസിങ് ടീച്ചർ പാരന്റ്സുമായിട്ട് പുറത്ത് എവിടെയും വെച്ചിട്ട് ഒരു ഡിസ്കഷനും ചെയ്യാൻ പാടില്ല. അത് എക്സ്പെക്ടേഷൻ. മാനേജ്മെന്റ് പാരന്റ്സ് എപ്പോഴും മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സ് വഴിയാണ്. അതുകൊണ്ട് ഈ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷന്റെ കൂടെ ടീച്ചേഴ്സ് ഒന്നും തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യാനൊന്നും പാടില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കണം. അതാണ്. ഇപ്പോ മോഡേൺ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പണ്ടത്തെ കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാല് ടീച്ചേഴ്സും കുട്ടികളും, അതായത് കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ഉടനെ തന്നെ പാരന്റ്സിനെ വിളിപ്പിക്കും അല്ലെ. ഇപ്പൊ പാരന്റ്സ് ശരിക്കും പറഞ്ഞാല് പേടിച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നില്ലേ? ഇല്ലേ? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ തന്നെയാണ്. നമ്മുടെ പാരന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോ ആ സമയത്തൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കേട്ട് അത് പ്രാവർത്തികമാക്കലായിരുന്നു അന്നത്തെ പാരന്റ്സിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സ് അങ്ങനെയല്ല. കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്. പാരന്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാകും. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോഴത്തെ പാരന്റ്സിനെ ശരിക്കും പറഞ്ഞാല് കസ്റ്റമേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം പാരന്റ്സിന്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ടീച്ചേഴ്സ് നിൽക്കുന്നത്. ഇപ്പൊ ടീച്ചേഴ്സ് അവരുടെ മുമ്പില് എപ്പോഴും പൊളൈറ്റ് ആയിട്ട് നല്ല വിനയത്തോടു കൂടി ഹമ്പിൾ ആയിട്ടൊക്കെ നിൽക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും മോശം വാക്കുകളോ ഒരു കാരണവശാലും ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ദേഷ്യപ്പെടാനായിട്ട് പാടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള മീറ്റിംഗ്സ് സ്കൂളിന് പുറത്ത് നടത്താനായിട്ട് പാടില്ലെന്ന് പറയുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും വെച്ചിപ്പോ പാരന്റ്സ് ഒക്കെ ചിലപ്പോ നമുക്കറിയാലോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലപ്പോ മാളിലോ ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ അതായത് പഠിപ്പിക്കുന്ന അതായത് ഈ ഒരു കുട്ടിയുടെ ടീച്ചറെ ചിലപ്പോ കാണുമായിരിക്കും, അല്ലെങ്കിൽ ആ പാരന്റ്സും ടീച്ചറും തമ്മിൽ മീറ്റിംഗ് നടത്തുമായിരിക്കും. അപ്പൊ ആ മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ആ കുട്ടിയുടെ കാര്യങ്ങള് പുറത്ത് വെച്ച് ഡിസ്കഷൻ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴും കുട്ടിയുടെ കാര്യങ്ങള് സ്കൂളിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. കൂടുതൽ പരിചയം ഉണ്ടല്ലോ എന്നൊക്കെ കരുതി എന്ത് ചെയ്യരുത്, പുറത്ത് വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ടീച്ചർക്ക് എപ്പോഴും അറിയണം. അതായത് മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെയായിരിക്കണം കുട്ടികളോടും പറയേണ്ടത്. ടീച്ചറുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അവിടെ കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് കുട്ടികൾ എന്ത് ചെയ്യും? അത് പാരന്റ്സിനോട് ചെന്ന് പറയും. പാരന്റ്സ് അത് മാനേജ്മെന്റിനെ അറിയിക്കും. അത് ടീച്ചർക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ചിൽഡ്രൻ ആണ് കേട്ടോ. ചിൽഡ്രൻ ആരാണ് വായിക്കുക? ലാസ്റ്റ് പോർഷൻ ആണ്. ആരെ വായിക്കുക? ചിൽഡ്രൻ. നിത്യ വായിക്കോ ചിൽഡ്രൻ? The aim of the teaching profession itself is to communicate with the children. At the same time, we should note that parents are also watching their children regularly. So whenever the teacher wants to communicate the children by oral or written, she should feel that the parents are in the back, not only her words but also all her activities, including but her dress. The information is being informed to the parents by the children, so she should have to be careful not only in written statements and oral statements but also in behavior to the children. When the teacher is writing a short note, she is communicating with her parents only. ടീച്ചറിന്റെ ടീച്ചിങ് പ്രൊഫഷന്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിൽഡ്രനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പേരൻസ് ഷുഡ് നോട്ട് ദാറ്റ് പേരൻസ് ആർ ഓൾസോ വാച്ചിങ് ദെയർ ചിൽഡ്രൻ. അതുപോലെ തന്നെ പേരൻസ് അവരുടെ ചിൽഡ്രനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം.
പിന്നെ ടീച്ചർ കുട്ടികളുമായിട്ട് സംസാരിക്കണം. അതിന്റെ പിറകില് പേരൻസും ഉണ്ടാവണം. അവരുടെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡ്രസ്സ്, ഇവരെക്കുറിച്ചൊക്കെ പേരൻസുമായിട്ട് ഓക്കെ, ഞാൻ പറഞ്ഞോളാം നിത്യ. അതായത് ടീച്ചിങ് പ്രൊഫഷന്റെ എയിം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അയക്കണം. ആ പിന്നെ ഞാൻ പറഞ്ഞോളാം. ടീച്ചിങ് പ്രൊഫഷന്റെ എയിം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ടീച്ചിങ് എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. അപ്പൊ ഈ സമയത്ത് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാരന്റ്സ് എന്ന് പറയുന്നത് കുട്ടികളെ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെ? നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്യാറില്ലേ ഓരോ കാര്യങ്ങളും? പാരന്റ്സ് എപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യും. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? അവര് ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അത് ഓറൽ ആയിക്കോട്ടെ റിട്ടൺ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരന്റ്സ് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് ഇവരുടെ പുറകിലുണ്ട് എന്നുള്ളൊരു കാര്യം ടീച്ചർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടീച്ചറുടെ അതായത് എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ ഒരു ടീച്ചറിന്റെ ഡ്രസ്സിങ്, അതുപോലെ തന്നെ ടീച്ചർ പറയുന്ന കാര്യങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യും? കുട്ടികൾ അതേപടി ക്യാച്ച് ചെയ്തിട്ട് പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കും, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചിലപ്പോൾ വന്ന് പറയുന്നത്, അമ്മ ടീച്ചർ എന്ന് ചുവന്ന സാരിയാണ് കൊടുത്തത്, തലയിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ബാഗായിരുന്നു ടീച്ചറുടേത്, നല്ല ഭംഗിയുണ്ടായിരുന്നു നെയിൽ പോളിഷ് കാണാനായിട്ട്, അങ്ങനെയൊക്കെ വന്ന് പറയൂ, അല്ലെ? ഇതെന്തുകൊണ്ട് അവരങ്ങനെ വന്ന് പറയുന്നേ? അവരത് വാച്ച് ചെയ്യും. വാച്ച് ചെയ്തിട്ടാണ് നിങ്ങളോട് വന്ന് പറയുന്നത്. പിന്നെ ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും, അത് വാക്കാൽ പറയുന്നതാകട്ടെ അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അതെന്ത് ചെയ്യുന്നുണ്ട്? പാരന്റ്സിനോട് വന്ന് പറയുന്നുണ്ട്. അപ്പോ ടീച്ചർ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് താൻ പറയുന്ന വാക്കുകളായിക്കോട്ടെ, തന്റെ ബിഹേവിയർ ആയിക്കോട്ടെ, തന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താൻ എഴുതുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെന്ത് കാര്യങ്ങളായാലും ടീച്ചർ സ്റ്റുഡൻസ് നോട്ട് ചെയ്തിട്ട് അവരെന്ത് എന്ന് പറയും? പാരന്റ്സിനോട് ചെന്ന് ഇതൊക്കെ പറയുന്നതാണ്. അപ്പോ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് ഒരു കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളത് ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അത്രയും കാര്യമാണ് ചിൽഡ്രനിൽ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ ഈ ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ? ഓക്കെയാണ് മാം. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്റർ ഡെവലപ്മെന്റ് പ്രൊഫൈൽ അപർണ മിസ് എടുത്തിരുന്നില്ലേ നിങ്ങൾക്ക്? എടുത്തായിരുന്നു. നമ്മുടെ ഞാൻ എടുത്തതിൽ വെച്ചിട്ട് ഒരുവിധം വലിയൊരു ചാപ്റ്റർ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻസ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇത്രയുമാണ് പറയാനായിട്ടുള്ളത്. അപ്പോ ഞാന് ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി തിങ്കളാഴ്ച നിങ്ങൾക്ക് എന്റെ ഒരു ക്ലാസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ സ്കീമുകളെ കുറിച്ച്, ലാംഗ്വേജ് ഏരിയയിലെ തിങ്കളാഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. നാളെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമയം എപ്പോഴാണെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യൂ കേട്ടോ. മൺഡേ എപ്പോഴാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെ അറിയിക്കും. അപ്പൊ ആ ഒരു ക്ലാസ്സും കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ്. ഇപ്പൊ ഇന്നത്തോടു കൂടി പോർഷൻ കംപ്ലീറ്റ് ആയി. ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്ലാസ് കൂടി ആ സ്കീമിന്റെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും മൺഡേ. ഓക്കെ, കുറച്ചു പേര് കരയുന്നൊക്കെ ഉണ്ട്. ക്ലാസ് കഴിയല്ലേ മാം, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ തീരാറായപ്പോഴാണ് ഭയങ്കരമായിട്ട് സിങ്ക് ആയി വന്നതെന്നാണ് തോന്നുന്നത്, അല്ലെ? അങ്ങനെയാണോ? അങ്ങനെ തോന്നുന്നു, എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ക്ലാസ്സിൽ കേരളത്തിൽ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മാം. ഉണ്ടല്ലേ? ആദ്യമൊന്നും ഇത്ര ഇതുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ നിങ്ങൾ നല്ല ആക്റ്റീവ് എനർജറ്റിക് ആവാനായിട്ട് തുടങ്ങി. നല്ല വ്യത്യാസങ്ങളൊക്കെ വന്ന് തുടങ്ങി. ക്ലാസ്സും തീരാറാവുകയും ചെയ്തു. കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾക്ക് ഞാൻ എന്റെ ഫോൺ നമ്പർ തരാം കേട്ടോ. ഞാൻ എപ്പോഴും ബാച്ചിന്റെ ലാസ്റ്റ് ക്ലാസ്സിനാണ് ഫോൺ നമ്പർ കൊടുക്കുന്നത്. എല്ലാ ബാച്ചിനും ലാസ്റ്റ് ക്ലാസ്സിനാണ് കൊടുക്കുന്നത്.
എന്തായാലും ക്ലാസ്സുകളല്ലേ തീരുന്നുള്ളൂ മാ. ഓർമ്മകളുണ്ടല്ലോ ഒരുപാട് ഇതിനകത്തൊന്നും നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ നമ്പർ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്താൽ മതി. നിഹാലന്മാരുടെ പേരെന്തായിരുന്നു? എപ്പോഴും നിഹാലന്മാർ. സൽമ. നേരത്തെ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചായിരുന്നു, ഡ്രോപ്പ് ആയി പോയി. കണ്ടിന്യൂ ചെയ്യാമോ? ഞാൻ കവിത ചൊല്ലാം. വരളുന്ന തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ നിന്റെയാ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം. കനമുള്ള കഥനങ്ങൾ ചിതയിലമാരുമ്പോൾ അറിയാതെ വന്നൊന്ന് നോക്കി നിന്നിടണം. അകലുന്ന പകലിന്റെ സ്വപ്നങ്ങൾ പേറി നീരാവോട് ചെന്നൊരു കള്ളം പറയണം. അകലുന്ന പകലിന്റെ സ്വപ്നങ്ങൾ പേറി നീരാവോട് ചെന്നൊരു കള്ളം പറയണം. വരളുന്ന തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ നിന്റെയാ ഹൃദയത്തിലെഴുതി സൂക്ഷിക്കണം. താങ്ക് യു. ഇത് കവിതയാണോ? കവിതയാണ് സാർ. ഇത് ഏതാണിത്? തനിയെ ചെയ്തതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും? അല്ല തനിയെ ചെയ്തല്ല, അത് മൊബൈൽ കണ്ടിട്ട്. താങ്ക് യു. അപ്പൊ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എപ്പോഴും ഇപ്പൊ വിളിക്കാൻ തോന്നുവാണെങ്കിലും വിളിക്കാം, മെസ്സേജ് അയക്കാം കേട്ടോ. രണ്ടും ചെയ്യും, ഏത് നേരത്ത് വേണമെങ്കിലും ഞാൻ ഫോൺ എടുക്കും കേട്ടോ. ഓക്കെ, രാത്രി ഒരു 10:30-ക്ക് ശേഷം വിളിക്കരുത്, അതിന് മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും. ഞാൻ ചോദിക്കാൻ വരായിരുന്നു മാം. മൃദുല ഇപ്പൊ അത് ചോദിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ പോവായിരുന്നു. ഞാൻ ഇങ്ങനെയാണ്. അതല്ലേ? കുട്ടികളുടെ പേരെന്താ? എന്താണ് കുട്ടികളുടെ പേരെന്താ മാഡത്തിന്? എന്റെ കുട്ടി, എനിക്കൊരു കുട്ടിയേ ഉള്ളൂ. എന്റെ മോന്റെ കാര്യമാണോ? പേര് അശ്വജിത്ത്. അശ്വജിത്ത് എന്നാണ് പേര്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ. അപ്പൊ അവന് ഭയങ്കര എന്താ പറയാ ആകാംക്ഷയൊക്കെയാണ്. ഇങ്ങനെ കേട്ടിരിക്കും ഓരോരുത്തരുടെ കാര്യം, ഓരോ ബാച്ചിലെയും സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ പറയും. ഇങ്ങനെ കേട്ടിരിക്കും ഓരോ കാര്യവും. അപ്പൊ നമ്മളെ കുറിച്ച് കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും മാം. അതെ, നിങ്ങളെ കുറിച്ച് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. എന്തായാലും ഇതിലും തല്ലിപ്പള്ളി ക്ലാസ്സുകൾ ഉണ്ടോ മാം? എന്താണ്? ഇതിലും തല്ലിപ്പള്ളി ക്ലാസ്സുകൾ ഉണ്ടോന്ന് മാം അറ്റൻഡ് ചെയ്യുന്നില്ല? MT11 ആണോ? MT11 നിങ്ങളോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. നമുക്ക് എല്ലാവരെയും, എല്ലാ ബാച്ചസും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. എന്നാലും ചില ബാച്ചസിന് പ്രത്യേകം ചില അവരുടേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും ചില ബാച്ചസിന്. ഞങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് ഒത്തിരി കിട്ടുന്നുണ്ട്, മറ്റുള്ള ടീച്ചേഴ്സും പറയുന്നുണ്ട്. എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? എന്തായാലും നമുക്ക് കോൺവെക്കേഷൻ അടിച്ചു പൊളിക്കാം. കോൺവെക്കേഷൻ എല്ലാവരും വന്നോട്ടോ കേട്ടോ. അപ്പൊ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിന് എല്ലാവരും ഉണ്ടായിരിക്കുക കേട്ടോ. തിങ്കളാഴ്ച ക്ലാസ്സിന് എല്ലാവരും വരിക കേട്ടോ. ഓക്കെ, തിങ്കളാഴ്ചയാണ്. ഏത് കറക്റ്റ് ആയിട്ടൊരു എന്നോട് പറഞ്ഞതാണ്. നീ കറക്റ്റ് ആയിട്ട് എപ്പോഴാണെന്നൊന്നും കറക്റ്റ് ഒരു ഇതെനിക്കില്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയോ മറിച്ച് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പറയാൻ പറ്റില്ല. എന്തായാലും ക്ലാസ് ഉള്ള ദിവസം ഇൻഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. സൈൻ ഔട്ട് പറഞ്ഞില്ല. എന്താണ്? സൈൻ ഔട്ട് പറഞ്ഞില്ല. സൈൻ ഔട്ട് പറഞ്ഞോളൂ. സൈൻ ഔട്ട് പറഞ്ഞു. ഈ ഒരു 10 മാസം ഞങ്ങളുടെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങൾക്കും കൂടി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് അശ്വതി മിസ്സാണ്. എല്ലാ ക്ലാസ്സിലും ഒരാളെ കൊണ്ടെങ്കിലും മാം എന്തെങ്കിലും ഇമ്പോർട്ടൻസ് സംസാരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മടിയുള്ളവർക്ക് കൂടി സംസാരിക്കാൻ മാം ആണ് ഒരു അവസരം തന്നത്. അതിന് വളരെയധികം നന്ദി. എന്താ വാക്കുകൾ കൊണ്ട് പറയാനായിട്ടില്ല. അത്രയ്ക്ക് നല്ല ക്ലാസ് ആയിരുന്നു അശ്വതി മിസ്സിന്റെ. എന്റെ സ്വന്തം അഭിപ്രായം മാത്രമല്ല, എല്ലാവർക്കും എന്തോ അശ്വതി മിസ്സിന്റെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് കേൾക്കാറുണ്ട്.
അതുപോലെ മാമിനെ കാണാനും നല്ല ഭംഗിയാണ്. കോൺവെക്കേഷൻ വരുമ്പോ പറയണം കേട്ടോ, സ്റ്റേജിൽ കയറി പറയണം കേട്ടോ കോൺവെക്കേഷൻ വരുമ്പോ, എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കേട്ടോ. ഓക്കെ. ഞങ്ങൾ പറയാറുണ്ട് മേഡം, ഞങ്ങൾ ഗ്രൂപ്പിൽ പറയാറുണ്ട് മേഡത്തിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണെന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.